ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രീ ആക്ടിവേറ്റഡ് ഡിവൈസുകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കുറേ പേര് ഇപ്പോൾ പ്രീ ആക്ടിവേറ്റഡ് ഡിവൈസ് വാങ്ങിക്കുന്നുണ്ട്. എസ്പെഷ്യലി കുറേ സ്റ്റോറുകൾ, കുറേ ഷോപ്പുകൾ പ്രീ ആക്ടിവേറ്റഡ് ഡിവൈസ് വേണ്ടി വിൽക്കുന്ന മാത്രമായിട്ട് കുറേ ഷോപ്പുകളുണ്ട്. അതിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് വി സ്റ്റോർ, അതുപോലെ തന്നെ 5G സ്റ്റോറിന് 5G മൊബൈൽസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വി സ്റ്റോർ തൃശ്ശൂരിൽ നിന്ന് ആക്ച്വലി ഒപ്പോൻ്റെ 5X9 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഒരു 5-6 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് സംഭവം പ്രീ ആക്ടിവേറ്റഡ് എന്ന് പറയുന്നത് വേറെ ആൾ വാങ്ങിച്ചിട്ട് സംഭവം സെക്കൻഡ് ഫോൺ തന്നെ സംഭവം, പക്ഷെ പെട്ടെന്ന് കൊടുക്കും. ആരെങ്കിലും പെട്ടെന്ന് സെൽ ഔട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ആൾക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ ഇതേപോലെ ഇപ്പോൾ ആരെങ്കിലും വീഡിയോ ചെയ്യാൻ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിക്കുന്നത് നമ്മൾ സെൽ ഔട്ട് അങ്ങനെ പരിപാടി. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ ഇത് ആക്ച്വലി ഈ ഫോണും അതുപോലെ തന്നെ നമ്മുടെ മോട്ടോറോള സിഗ്നേച്ചറൊക്കെ നമ്മളിപ്പോൾ സെൽ ഔട്ടിന് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ നോക്കി കാണാൻ പറ്റും. അപ്പോൾ അതേ മെത്തേഡ് തന്നെ ഇവർ ഷോപ്പിൽ പോയി വിൽക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. സംഭവം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവർ പുതിയ പാക്കറ്റ് നമ്മുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചിട്ട് നല്ല തരുന്നത്. അതൊക്കെ ചുമ്മാ കുറേ ഫ്രോഡുകളാണെന്നുണ്ട്. ചില ഷോപ്പുകാരൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോറിൽ മിക്കത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പോയി നോക്കിയിരുന്നു, മിക്ക എല്ലാ ഞാൻ വിവോ X3 നോക്കിയിരുന്നു അവിടെ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് വിവോ ടാറ്റ ക്രോമേന്ന് ഒറിജിനൽ വാങ്ങിക്കുക ചെയ്തത്, എന്താ അൺബോക്സ് ചെയ്യാത്തത്. ഓൺലൈൻ അവരെ ക്രോമ സ്റ്റോറിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഡ് കളർ നോക്കുന്നുണ്ടായിരുന്നു, അവരത് റെഡ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ച സംഭവമാണ് ഈ ഒപ്പോയുടെ 5X9 റെഡ് 256GB വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിക്കുമ്പോൾ ഇത് 5 ദിവസം ആയിട്ടുണ്ടാകുന്നുള്ളൂ. ഈ നിങ്ങൾ പ്രീ ആക്ടിവേറ്റ് ഡിവൈസ് വാങ്ങിക്കുമ്പോൾ ഇവരുടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ഒറിജിനൽ ബില്ല് തരുന്നില്ല. അവരുടെ ഒരു ഉടായ്പ സാധനം ബില്ല് മാത്രമേ തരുന്നുള്ളൂ. അതൊരു കാര്യമില്ല. അതൊരു 15 ദിവസം വാറണ്ടിന്നാ റീപ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാണ് അവർ തരുന്നത്. അതൊരു കാര്യമില്ല. 10 വയസ്സ് കാര്യമില്ല. ഇപ്പോൾ റിയാക്റ്റീവ് ഡിവൈസിൽ മെയിൻ പരിപാടി ഇവരാണ്. ഇവർ ബില്ല് കൊടുക്കുന്നില്ല ഒറിജിനൽ. എന്താ വെച്ചാൽ ഇതിൽ ഒപ്പോയിലും വിവോയിലും റിയൽമിയിലും അങ്ങനെയൊക്കെ ഇവരിൽ ഇതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ഈ വാറണ്ടി കാർഡ് എന്ന സംഭവമുണ്ട്. അപ്പോൾ ആക്ച്വലി മിക്ക സമയത്തും ചിലപ്പോൾ ഈ സംഭവം ഈ വാറണ്ടി കാർഡ് അവർ അക്സെപ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ സർവീസ് ഉണ്ടെങ്കിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ചില സമയത്ത് ഒരു ഒറിജിനൽ ഇൻവോയ്സ് ചോദിക്കും. അങ്ങനെ സമയത്ത് നിങ്ങളിൽ ഒറിജിനൽ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെട്ടും, വാറണ്ടി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറെ എന്തെങ്കിലും ലീഗൽ പ്രൊസീജിയർ എന്തെങ്കിലും സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിൽ അത് ബില്ല് വേണം ഒറിജിനലി. അപ്പോൾ എവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴും ബില്ല് വാങ്ങിച്ചു വയ്ക്കുക. ഒറിജിനൽ ബില്ല് വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത്. എനിക്ക് ആക്ച്വലി വരുന്നത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഞങ്ങൾക്ക് ബില്ല് കാണിച്ചു ഒറിജിനൽ ബില്ല്. ഇതിന് ഒറിജിനൽ ബില്ല് വേറൊരാൾ എന്താ പറയുക മൈജി എന്ന് വാങ്ങിച്ചേക്കാം. എന്താ അവർ എനിക്ക് ബില്ല് ആദ്യം സ്ക്രീൻഷോട്ട് അയച്ചു, ഫുൾ ബില്ല് അയച്ചിരുന്നില്ലേ, സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. എന്നിട്ട് ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ ചെയ്താൽ പറയുന്ന ഒറിജിനൽ ബില്ല് ആദ്യം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒറിജിനൽ ബില്ല് അവരിലുണ്ട്, എൻ്റെ ഉണ്ട് സംഭവം. പക്ഷെ ഇവരത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യം എന്താണ്? അവർ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ ഇവരുടെ ബില്ലൊരു കാര്യമില്ല. ഇവർ ഓൾറെഡി നമുക്ക് തരുമ്പോൾ തന്നെ പറയുന്നുണ്ട് 15 ദിവസം റീപ്ലേസ്മെൻറ്റോ 15 ദിവസം സർവീസ് അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു വാറണ്ടി പോലെ പറയുന്നുണ്ട്. 15 ദിവസം കൊണ്ട് എന്താ പറയാനാണ്. അപ്പോൾ ഇതുപോലെ ഇതും വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചത് 62-63 രൂപയ്ക്കാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് പുതിയത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 25 രൂപയാണ്. നിങ്ങൾക്ക് കാർഡ് ഡിസ്കൗണ്ടും കാലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ 69, 6 ഇഞ്ച് 67, 68 രൂപയ്ക്കൊക്കെ മാക്സിമം കിട്ടുന്നുള്ളൂ. കുറച്ചൊക്കെ ദിവസം ചില സമയത്ത് മാത്രം നമുക്ക് 67, 66 രൂപയ്ക്കൊക്കെ ഓഫ്ലൈൻ കിട്ടാറുണ്ട്. ആ മിക്ക സ്ഥലത്തും ഇതുപോലെ ഇപ്പോൾ റിയാക്ടിവേറ്റഡും ജസ്റ്റ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ ബില്ല് വേണമെന്ന് പറയാം. ഇപ്പോൾ ഇതുപോലെ എന്താ പറയുക, വേറെ ആൾക്കാർ വിറ്റ ഫോണാണെങ്കിലോ അതായാലും അവരുടെ ബില്ല് ഓരോ അതിൻ്റെ ഒറിജിനൽ ഇൻവോയ്സ് നമുക്ക് മസ്റ്റാണ്. എന്ത് സാധനം വാങ്ങിക്കുമ്പോൾ എസ്പെഷ്യലി ഫോണ്, ലാപ്ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ ബില്ല് മസ്റ്റാണ്. നിങ്ങളത് എവിടെ നിന്ന് വാങ്ങിച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് ഒറിജിനൽ ബില്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ചിലപ്പോൾ ഒരു വില കുറച്ചൊക്കെ തരും, പക്ഷെ അതൊന്നും വാങ്ങിക്കരുത് അതിനായിട്ട്. അപ്പോൾ നിങ്ങൾ OLX പോയിട്ട് നമ്മുടെ ഫ്രോഡുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും പോയി വാങ്ങിക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളിത് ആരോ ഒറിജിനൽ വാങ്ങിച്ചാൽ അറിയില്ല. മറ്റേത് നമ്മുടെ ഒറിജിനൽ ബില്ലൊന്നുമല്ല, IMEയിൽ ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ടാവും ഇത് വാങ്ങിക്കുന്ന ആളുടെ. പിന്നെ വാങ്ങിക്കുന്ന ആളുടെ എല്ലാം രജിസ്റ്റർ ആവുക. അപ്പോൾ അത് ഒറിജിനൽ ബില്ല് വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ള പ്രൂഫും. അപ്പോൾ OLX ആണെങ്കിൽ ആ വാങ്ങിച്ച ആളുടെ നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതുപോലെ പ്രീ ആക്ടിവേറ്റഡ് വിൽക്കുന്ന കടയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ബില്ല് അവർ തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി, അത് അതിലും മതി, അത് ധാരാളമാണ്. അപ്പോൾ അതും എടുത്തു വയ്ക്കാൻ മറക്കരുത്. എസ്പെഷ്യലി ഫോൺ എന്ന് വെച്ചാൽ ഇതിൽ ഫോണിൻ്റെ ഈ സംഭവങ്ങൾ വെച്ചിട്ട് കുറേ ഉടായ്പ പരിപാടികളും ഫ്രോഡ് ആക്ടിവിറ്റീസും കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ പേരിൽ പണി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രീ ആക്ടിവേറ്റഡ് ഫോൺ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം ഇതാണ്. ഒറിജിനൽ ബില്ല് എന്ത് വാങ്ങിച്ചാലും ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ ഈ വി സ്റ്റോറിൽ പോയിട്ട് ഐഫോണൊക്കെ ബില്ലൊന്നും വേണ്ട, നമുക്ക് വില കുറച്ച് കിട്ടിയാൽ കുറച്ച് ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട് ഞാൻ കണ്ട അവിടെ. അപ്പോൾ ഐഫോൺസ് എന്ത് ഫോൺ ആയിക്കോട്ടെ, ഐഫോണിലൊന്നും പക്ഷേ അവർ ഒറിജിനൽ ബില്ലാണ്. അതിൻ്റെ ഉള്ളിലൊന്നും ഈ ബില്ലും സംഭവമൊന്നുമില്ല. വിവോയിലുണ്ട്, ഒപ്പോയിലുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലർക്ക് അറിയേണ്ടായിരിക്കും. ഇവരുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അല്ലാണ്ട് ഇത് പ്രൊമോഷണൽ സംഭവം ഒന്നും അല്ലട്ടോ, അല്ലെങ്കിൽ ഇത് അഗെയിൻസ്റ്റ് ഇനി ബ്രാൻഡോ ഈസ്റ്റോ അങ്ങനെയൊന്നുമല്ല.
ഇത് ഒരു അവയർനെസ് വീഡിയോ പോലെ നമ്മൾ ചെയ്തേക്കുന്നതാണല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രീ ആക്റ്റീവ് ഡിവൈസ് വിറ്റുകൊണ്ട സംഭവത്തിനൊന്നും നമുക്ക് ഇഷ്യൂസും കാര്യമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ആയിരുന്നു വാങ്ങിച്ചു നോക്കിയ അവരുടെ ഒരു കസ്റ്റമറാണ് വി സ്റ്റോറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക, സിസ്റ്റം അപ്ഡേറ്റ് അല്ല, നമ്മുടെ അബൌട്ട് ദ ഡിവൈസിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട, ഈ ബില്ലിന് എടുത്തു കൊടുത്താൽ മതി. ഇതിൽ ആക്ച്വലി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്കൊരു ലേറ്റസ്റ്റ് കളർ വോയിസിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം 3.5 GB സംഭവമൊക്കെ ആയിട്ട് വന്ന സംഭവമാണ്. ഈ വാറണ്ടി കാർഡ് ഇതിൻ്റെ ഇതിൽ ഈ വാറണ്ടി കാർഡ് എന്നാണ് വിവോയിൽ ഈ ബില്ലിനാണ്. അപ്പോൾ അതെനിക്ക് സംശയം ചെയ്തിട്ടാ. ഇതാ കണ്ടു, ഈ വാറണ്ടി കാർഡ് എന്നൊരു സാധനം കാണാം നിങ്ങൾക്ക്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ജസ്റ്റ് ആക്ടിവേറ്റർ എന്ന് വന്നിട്ട് അബൌട്ട് ഈ വാറണ്ടി കാർഡ്. ഇതിൽ പോരാത്തതിന് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. കണ്ടു, ഈ വീഡിയോ വാറണ്ടി കാർഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എസ്പെഷ്യലി ഒപ്പോയിൽ കണ്ടു, വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. വിവോയിൽ അത്യാവശ്യം അവരുടെ IMEI നമ്പർ എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം മാത്രം മിക്ക ആൾക്കാർ ചിലപ്പോൾ അത് റിജക്ട് ആവാൻ ചാൻസ് ഉണ്ട്. വിവോയുടെ അത്യാവശ്യം നല്ല സർവീസ് ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ ഒപ്പോൻ്റെയും OnePlusഉം അങ്ങനത്തെ സംഭവമൊക്കെ ആയിട്ട് ചിലപ്പോൾ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ബില്ല് വാങ്ങിച്ചു വെക്കാൻ മറക്കരുത്. ഇതാണ് ഇതിൽ കുറേ ഉടായ്പ നടക്കുന്നത് ഈ പ്രീ ആക്റ്റീവ് ഡിവൈസിൽ. ആൾക്കാർ വില കുറഞ്ഞ് കിട്ടുമ്പോൾ അതിന് പിന്നാലെ പോവാണ്. എസ്പെഷ്യലി ഐഫോൺസ് ഒക്കെ ആയിട്ട് മാതിരി ഐഫോൺസ് ഒക്കെ എന്നാണ് അവർ വിറ്റ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ബില്ല് അത് വാങ്ങിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ ബില്ല് ഒറിജിനൽ ഇൻവോയ്സ് വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറഞ്ഞ് വാങ്ങിച്ചപ്പോൾ എൻ്റെ അവരുടെ ബില്ലാണ് ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചത് അതിനുള്ളിൽ ഇതാ അവരുടെ ബില്ല്. ഇനിയിപ്പോൾ ഞാൻ ചുമ്മാ പറയാമെന്ന് വിചാരിക്കണ്ടായി. ഇതാണ് അവരുടെ ബില്ല്, വി സ്റ്റോറിൻ്റെ ബില്ലാണത്. ഇതാ അല്ലേ, വി സ്റ്റോർ തൃശ്ശൂരിൻ്റെ ബില്ലാണത്. അപ്പോൾ ഇത് അതിൽ ഓൾറെഡി അവർ എഴുതിയിട്ടുണ്ട്. ഇതാ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഡിസ്ക്ലൈമർ 15 days ചെക്കിംഗ് വാറണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. കണ്ടു, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ചെക്കിംഗ് വാറണ്ടി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ ബില്ലുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. വി സ്റ്റോറിൻ്റെ ഈ ബില്ലുകൊണ്ട് ഒരു 10 പൈസയുടെ കാര്യമില്ല. വാറണ്ടി സംഭവത്തിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഇതൊരു കാര്യമില്ല. ഒറിജിനൽ ബില്ല് തന്നെ വേണം. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഒറിജിനൽ ബില്ല് വാങ്ങിച്ചേക്കാൻ മറക്കരുത്. ഈ പ്രീ ആക്ടിവേറ്റഡ് എന്താ പറയുക, അങ്ങനെ കുറേ സംഭവം നടക്കുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിൽക്കുന്ന പരിപാടി മെജോറിറ്റി സാധനം ഇങ്ങനെയാണ്. അല്ലാണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ആ പരിപാടിയൊക്കെ ചുമ്മാ വീഡിയോയിൽ കാണിക്കുന്ന വെറുതെ പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പരിപാടികളാണ്. സംഭവം ഇതാണ്, ആരെങ്കിലും ഒരാൾ വാങ്ങിച്ചിട്ട് അത് ചിലപ്പോൾ 1 വീക്കിലോ 2 വീക്കിലോ സംഭവം അവരെ പോയി കൊടുക്കും. അവർ ചിലപ്പോൾ വേറെ ഫോൺ വാങ്ങിച്ചിട്ട് മാറിയിട്ടുണ്ടാവും. ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വീഡിയോ പർപ്പസിനോ അങ്ങനെ സപ്പോസായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്താണ് സംഭവം. അത് മൊത്തം വെച്ചിട്ട് മാത്രം വാങ്ങിക്കട്ടാ. അല്ലാണ്ട് ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഈ സ്റ്റോറിന് വാങ്ങിക്കേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒറിജിനൽ ബില്ല് കയ്യിൽ വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ് കേട്ടോ. അടുത്ത കാണാം.